ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജീവൻ രാജ്. അപ്പോൾ പാട്ടുമാണ് സിക്സ് പാക്ക് ആരോഗ്യകരമാണോ അല്ലയോ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചിട്ട്. ആദ്യത്തെ പാട്ട് കണ്ടിട്ടില്ലെങ്കിൽ അത് പോയി കാണുക, പേജിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സംസാരിച്ചത് മെൻ്റൽ ആസ്പെക്ട്സിനെ കുറിച്ചിട്ടാണ്, ഈ സിക്സ് പാക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനെ കുറിച്ചും സിക്സ് പാക്ക് അച്ചീവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ. ഇന്ന് നമ്മളതിൻ്റെ ഹെൽത്ത് ആസ്പെക്ട്സിനെ കുറിച്ചിട്ടാണ്, നെഗറ്റീവായിട്ട് എങ്ങനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള 3 പോയിൻറ്റ്സാണ് പറയുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പക്ഷേ 3 മേജറായിട്ടുള്ള ഇഷ്യൂസാണ്. ആദ്യത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ എൻഡോക്രൈൻ സിസ്റ്റമാണ്. എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹോർമോൺ പ്രൊഡക്ഷൻസ് കൺട്രോൾ ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എൻഡോക്രൈൻ സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ടെസ്റ്റോസ്റ്ററോൺ, ഈസ്ട്രജൻ, പിന്നെ ഗ്രോത്ത് ഹോർമോൺ, അങ്ങനെയുള്ള മേജർ ഓർഗൻസും മേജർ ഹോർമോൺസും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു സിസ്റ്റമാണ്. അതിനുള്ള മേജർ ഫ്യൂവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്തി ഫാറ്റ്സ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ലീനായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ ഹാർഡായിട്ട് ഡയറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ആ ഒരു ന്യൂട്രിയൻറ്റ് കിട്ടാണ്ടിരിക്കുകയും അത് കാരണം നമ്മളുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിലുള്ള പ്രൊഡക്ഷൻ ഒരുപാട് കുറഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഹെൽത്തിനെ ഒരുപാട് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനറൽ മെറ്റാബോളിസമാണ്. അതായത് നമ്മൾ റെസ്റ്റിംഗ് ഫേസിൽ പോലും നമ്മുടെ ശരീരം ഒരുപാട് മെറ്റബോളിക് റേറ്റ് കൂടിയ ഒരു അവസ്ഥയിലാണെങ്കിൽ കാലറീസ് ഒരുപാട് ബേൺ ചെയ്യും. അപ്പോൾ ഇത് ഒരുപാട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കുറച്ച് കൂടുതൽ കഴിച്ചാലോ അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ട് കുറച്ച് ജങ്കോ അല്ലെങ്കിൽ നമ്മൾ ചീറ്റ് മീലായിട്ട് എന്തെങ്കിലും കുറച്ച് ഹെവി ആയിട്ട് ഒരു ബിരിയാണി എങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അത് ബേൺ ചെയ്യുന്ന റേറ്റ് ഒരുപാട് കുറഞ്ഞിട്ട് അത് ബോഡി ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്യാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്. പിന്നെ മൂന്നാമത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം വർക്ക് ചെയ്യുന്നത് ഒരു സേഫ് എൻവയൺമെൻറ്റിലാണ്. ഈവൻ നമ്മൾ ഒരുപാട് മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലും നമ്മുടെ ശരീരത്തിൽ സേഫ് അല്ലാത്തൊരു സിറ്റുവേഷനാണ്, അതായത് ഒരു എക്സ്ട്രീം കണ്ടീഷനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ പ്രൊലോങ്ഡ് ആയിട്ടിരിക്കുമ്പോൾ അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ 3 കാര്യങ്ങളുമാണ് മേജറായിട്ട് ഹെൽത്ത് ആസ്പെക്ട്സിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു ജനറലായിട്ടുള്ളൊരു പോപ്പുലേഷൻ ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നല്ലൊരു ഹെൽത്തി ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക, ഡെയിലി പോയിട്ട് വർക്കൗട്ട് ചെയ്യുക, അറ്റ്ലീസ്റ്റ് വീക്കിലി ഒരു 5 days എങ്കിലും വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജിമ്മിൽ തന്നെ പോകണമെന്നില്ല, വേറെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ആക്ടിവിറ്റി ഫോളോ ചെയ്യുക, ഹെൽത്തി ആയിട്ടിരിക്കുക. ഒരിക്കലും ഒരു എക്സ്ട്രീം ഗോളിനെ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിരിക്കും. ബൈ, കാണാം.